അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. صدق الله. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹ ധന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഏവരുടെയും എല്ലാ പാപങ്ങളും പൊറുക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിച്ച് അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മുഹറം മാസം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ന് ആ വിശുദ്ധമായ മാസത്തിലാണുള്ളത്. കാലത്തിൻ്റെ കലണ്ടറിൽ നിന്ന് ഒന്ന് മാറ്റിവെച്ച് ഒരു പുതിയ ഒരു വർഷം ആരംഭിക്കുക എന്നത് സത്യവിശ്വാസി വളരെ ആലോചനയോടുകൂടെ കാണുകയും കൂടുതൽ നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യേണ്ട ഒരു പുനഃക്രമീകരണത്തിൻ്റെ സമയമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആ ക്രമീകരണങ്ങൾ നടത്താൻ അല്ലാഹു നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. കാരണം ഈ മാസം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചു, സമയത്തിൻ്റെ വല്ലാത്തൊരു ഔദാര്യമുണ്ട്. മനുഷ്യനു വേണ്ടി എന്താണ് ഈ കാലം ചെയ്തു തരുന്നത് എന്ന് അല്ലാഹു അവൻ്റെ അപാരമായ വിസ്മയകരമായ അവൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ അല്ലാഹു പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. നരവംശ തത്വശാസ്ത്രം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച ആന്ത്രോപ്പിക് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്ന ആധുനിക ശാസ്ത്രലോകവും പറയുന്നു. അപ്പം നിരന്തരമായി ഈ മാറ്റങ്ങൾ, കാലത്തിൻ്റെ മാറ്റങ്ങൾ പോലും നമ്മെ ചിന്തിപ്പിക്കാനും പഠിക്കാനും വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രേരിപ്പിച്ചതാണ്. എന്തൊരു അത്ഭുതകരവും വശ്യമനോഹരവുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്ന ഓരോ വചനങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോഴൊക്കെ ഇത് സംഗീതം പോലെ ഒഴുകുന്ന ആ വചനാമൃതം, ആ അമൃതധാര, ആ വചനങ്ങളുടെ ഒരു മനോഹരമായ പെയ്ത്ത് കാണുമ്പോൾ ഒരു മഴ പെയ്തു തീരുന്ന പോലെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വചനങ്ങൾ നമുക്ക് സുന്ദരമായി കാണാൻ പറ്റുന്നത്. ഓരോന്നിനെയും ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ്.
കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ, കാലമെന്ന് പറയുന്ന വലിയ ഔദാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ അള്ളാഹു പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. കാലം അള്ളാഹുവിൻ്റെ അത്ഭുതമാണെന്ന് അള്ളാഹു പറഞ്ഞു. കാലത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. ഒരു വേള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ, എന്ന് പറഞ്ഞാൽ ഖുദ്സിയായ ഹദീസിൻ്റെ പ്രത്യേകത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേർക്കുനേരെ പറഞ്ഞതല്ല, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബോധനമാണ്. പക്ഷെ ഖുർആൻ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ ഖുദ്സിയായ ഹദീസ് എന്ന് വിളിക്കുന്നത്. ആ ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത്. ഇന്നമാനദ്ദഹർ, ഞാനാണ് കാലം, ഞാനാണ് കാലം എന്ന് അള്ളാഹു പറയുന്നതിനർത്ഥം കാലത്തിൻ്റെ അത്ഭുതകരമായ അതിൻ്റെ കലവറയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടാത്ത വിധം അള്ളാഹുവിൻ്റെ ധന്യമായ അവൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് കാണാനാകും എന്ന് പഠിപ്പിക്കാനാണ്. അതുപോലെ എല്ലാത്തിനെയും കുറിച്ചുള്ള ചിന്തകൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തും അതുപോലെ തന്നെ പറഞ്ഞു തരുന്നത്, മനുഷ്യനൊന്ന് ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് തന്നെയും അവൻ ഇങ്ങനെ ചിന്തിക്കണം, എവിടെ നിന്നാണ് ഈ ഭക്ഷണം വന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ, അത് പഠിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രേരിപ്പിക്കാൻ. ഭക്ഷണം കഴിക്കുന്ന നേരത്തും ആലോചിക്കണം അള്ളാഹുവിനെ കുറിച്ച്, നന്ദിയോടെ അള്ളാഹുവിനെ ആലോചിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഈ സൂറത്ത് ഞാൻ എല്ലാം കൂടി വിശദീകരിച്ച് പറയുകയല്ല. ഈ സൂറത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, മനുഷ്യൻ എന്താണ് ഇത്ര വലിയ നിഷേധിയായി പോയത്? എങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ മനുഷ്യന് സാധിക്കുന്നു? ഖുത്തിലൽ ഇൻസാനു മാ അക്ഫർ. അവിടെ ഖുത്തിലൽ ഇൻസാനു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ശപിക്കപ്പെടട്ടെ എന്നാണ്, നശിച്ചു പോകട്ടെ എന്നാണ്. ഒന്നും ആലോചിക്കാതെ ജീവിക്കാൻ കഴിയുമോ നിനക്ക്? മാ അക്ഫർ, എങ്ങനെയാണ് നിന്നെ ഇങ്ങനെ നിഷേധിയാക്കിയത്? എങ്ങനെയാണ് നീ ഇത്രമേൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന, ആ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ അവൻ്റെ സാന്നിധ്യത്തെ തിരസ്കരിക്കുന്നവനായി നീ മാറിയത്? ആ ചോദ്യം അള്ളാഹു ചോദിക്കുന്നു. നിന്റെ ഉൽപ്പാദനം മുതൽ, നിന്റെ ജീവിതം മുതൽ, നിന്റെ ജീവിതത്തോട് കടപ്പെട്ടു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതകരമായ അതിൻ്റെ ഓരോ തുടിപ്പും നീ ചിന്തിക്കാൻ ബാധ്യസ്ഥനായതാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യനൊന്ന് അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ എന്ന് പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ച് അവൻ ആലോചിക്കട്ടെ. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും കുറിച്ചും പഠിക്കാനും ആലോചിക്കാനും പഠിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്തത്. എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞ റബ്ബ് പിന്നെ പറയുന്നത് ഭക്ഷണം എങ്ങനെ ഉണ്ടായി, പാകം ചെയ്തു, അത് എങ്ങനെ അടുക്കളയിൽ രൂപം കൊണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അതിനേക്കാളും അപ്പുറത്ത് അള്ളാഹു അവൻ്റെ അത്ഭുതകരമായ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാണ്. അതുകൊണ്ടാണ് അന്ന സബബിനൽ മാ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ആണ് ഞാൻ പറയാൻ കാരണം, ഇതൊരു സംഗീതധാര പോലെ ഇങ്ങനെ ഒഴുകാൻ അള്ളാഹു ഈ ചിന്തകളെ നമുക്ക് പറഞ്ഞു തരാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കണം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തളികയിലേക്ക് ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ പിന്നെ എന്തേ ചിന്തിക്കേണ്ടത്? അന്ന സബബിനൽ മാ സബ്ബ, എങ്ങനെയാണ് നാം ഇങ്ങനെ മഴ പെയ്യിപ്പിച്ചു തന്നത്? പടച്ചോൻ പറയാം, മഴയാണ് ഈ ഭക്ഷണത്തിൻ്റെ പ്രധാന ആധാരം. ഋതുക്കൾ മാറി വന്നപ്പോഴാണ് ഈ ഭക്ഷണം, മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഈ ഭക്ഷണം ലഭ്യമാകാനുള്ള പ്രധാന കാരണം. ഓരോ ഋതുവിൻ്റെയും മാറ്റം. അതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, അന്ന സബബിനൽ മാ സബ്ബാ. നമ്മൾ ആലോചിക്കാറുണ്ട്, ഒരു മഴ പെയ്ത് തീരുമ്പോൾ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ നടക്കാൻ പോകുന്നു, അതെല്ലാം കൂടി അല്ലാഹു പറയാൻ. മഴ പെയ്യാൻ നേരത്ത് ആകാശത്തേക്ക് നോക്കി നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഭ്രമിച്ചിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹ. മേഘക്കൂട്ടങ്ങളെ കാണുമ്പോൾ
അഷ്റഫുൽ ഖൽഖ് പരിഭ്രമിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആയിഷത്തു സിദ്ദീഖ ചോദിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. അങ്ങനെ ചോദിക്കാൻ ഭാഗ്യം ലഭിക്കപ്പെട്ട ഒരു പെണ്ണിൻ്റെ പേരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. തൻ്റെ പ്രിയതമനെ നോക്കി അവിടെ നടക്കുന്ന ഓരോന്നിലും പ്രപഞ്ചത്തിൻ്റെ ഗൂഢവുമായ രഹസ്യങ്ങളുടെ കലവറകൾ പറഞ്ഞു തരാൻ യോഗ്യനായ ഒരു പ്രിയതമനിലേക്ക് നോക്കിയിട്ട് എന്തേ അങ്ങനെ എന്ന് ചോദിച്ച ആളാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ആലോചിച്ച് പോകാറുണ്ട്. അത്രമേൽ പ്രാപഞ്ചിക രഹസ്യങ്ങൾ അറിഞ്ഞ മറ്റൊരാളില്ലല്ലോ ഈ ഭൂമിയിൽ. ജനിച്ചോ എന്ന് പറയാനില്ല, ജനിക്കും എന്ന് പറയാനില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിയെ എന്താണ് അങ്ങയുടെ മുഖത്ത് പരിഭ്രമം വരാറുണ്ട്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇത് രണ്ടു തരത്തിൽ വരാം. ഒന്നുകിൽ ഇത് മനുഷ്യന് അനുഗ്രഹമായി പെയ്തു തീരാം, അല്ലെങ്കിൽ ഇത് മനുഷ്യന് വലിയ അദാബായി വലിയ ശിക്ഷയായും വരാം. അങ്ങനെ രണ്ട് രീതിയിലും വരാവുന്നതാണ്. മുൻകാല സമൂഹങ്ങളിൽ പ്രവാചകന്മാരെ നിഷേധിച്ചവർക്ക് അള്ളാഹു വലിയ ശിക്ഷകൾ അവതരിപ്പിച്ചു വരുമ്പോൾ ഇതേ മേഘക്കൂട്ടങ്ങളെ തന്നെയാണ് പെയ്തിറങ്ങാത്ത ഇടിമിൽ നാദങ്ങളായി, പിന്നെ അത് അവരുടെ മുഴുക്കെ നശിപ്പിച്ചു കളയുന്ന മിന്നൽ പിണറുകളായി, അങ്ങനെ ഭീകരമായ സംഹാര താണ്ഡവമാടുന്ന ഭീകര സ്ഫോടനങ്ങളായി ആ മഴമേഘക്കൂട്ടങ്ങൾ ഭൂമിയിലേക്ക് വരാറുണ്ട് ആയിഷ. അത് ഞാൻ പേടിച്ചിട്ടു എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് അത്തരമൊരു പരിഭ്രമം. എന്നാൽ മഴ പെയ്യുമ്പോഴോ, ആദ്യമായി മഴ പെയ്യുമ്പോൾ ആഹ്ലാദത്തോടെ ഒരു കുട്ടി എങ്ങനെയാണോ മഴയെ കാണുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിച്ചെന്ന് തൻ്റെ ശരീരത്തെ എല്ലാ മേൽമുണ്ട് മാറ്റിയെടുത്ത് അവിടെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ നിൽക്കുമായിരുന്നു. മലയാളത്തിൻ്റെ അമ്മ കവയത്രി എന്ന് പറയാവുന്ന ബാലാമണി അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ, എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ എന്ന്. ലോകത്ത് എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാട്ടോ ഈ മഴ. ഖുർആൻ ഇത്ര മനോഹരമായി പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു കാവ്യപ്രപഞ്ചം മറ്റൊന്നുണ്ടാവില്ല. മഴയുടെ സൗന്ദര്യം, മഴയുടെ ഭീകര താണ്ഡവം, മഴ ഇങ്ങനെ ചിന്നി ചിന്നി പെയ്യുന്നത് മുതൽ അത് ഭീകരമാകുന്നത് വരെ, അതോടൊപ്പം തന്നെ അത് ഒരു പക്ഷേ സമൂഹങ്ങളെ നശിപ്പിക്കുന്ന അത്രമേൽ വലിയ അർത്ഥത്തിലുള്ള ഒരു ശിക്ഷയായി ഭവിക്കുന്നതുൾപ്പെടെ എല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയത്ത് അങ്ങനെ തൻ്റെ മേൽമുണ്ട് മാറ്റിയിട്ട് ഓടിച്ചെല്ലും, ഒരു കൊച്ചുകുട്ടിയെ പോലെ. അതാണ് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞത്, അമ്മേ അമ്മേ വേഗം വരൂ എന്ന് പാടുന്ന പോലെ. എന്നിട്ട് പറയുമായിരുന്നു, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആദ്യ മഴയാണ്, പുതുമഴ, അത് കൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മഴയെ മാത്രം ആധാരപ്പെടുത്തി തന്നെ എത്ര ചിന്തകളാണ്. നല്ല രസകരമായിട്ടാണ് അള്ളാഹു ആ മഴയെക്കുറിച്ച് തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, അന്നാ സബബിനൽ മാ സബ്ബ. അതൊരു ഷവറിങ് ആണ്, അതൊരു ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഒരു പെയ്ത്താണ്. ആ പെയ്ത്തിനാണ് അന്നാ സബബിനൽ മാ സബ്ബ ഫശഖഖ്നൽ അർള ശഖ. ഇവിടെ ഭൂമിയിലേക്ക് അത് പെയ്താൽ പിന്നെ അത് ഭൂമിയിൽ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു പറയാൻ, അതിങ്ങനെ പതുക്കെ പതുക്കെ ഭൂമിയിൽ ഇങ്ങനെ ഹരിച്ചിറങ്ങി അത് ഭൂമിയുടെ ആന്തരിക ഗർഭത്തിലേക്ക് വരെ എത്തുന്നു എന്ന്. അതായത് നമ്മളിന്ന് ഈ ഭൂഗർഭജലം എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ എത്തണ്ടേ? എന്തൊരു അത്ഭുതമാണ്. ഈ 17-ാം നൂറ്റാണ്ട് വരെ ഒന്നും ഈ മനുഷ്യൻ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ 17-ാം നൂറ്റാണ്ടിലാണ് ഹൈഡ്രോളജി അഥവാ ഈ ജലത്തിൻ്റെ ഇത്തരത്തിലൊരു ഒരു വൃത്താകൃതിയിൽ അതിൻ്റെ ഒരു ചാക്രികമായ അതിൻ്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും ഒക്കെ വരുന്നത്. അതിനു മുമ്പാണ് ഖുർആൻ ഇത് പറയുന്നത്.
ഇത് ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള എത്ര വലിയ തെളിവുകളാണ് അള്ളാഹു അവതരിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അത് വെള്ളം ഇങ്ങനെ, അതായത് ഭൂമിയിലേക്ക് അത് ആഴ്ന്നിറങ്ങും. അള്ളാഹു പറയുന്നു അതിങ്ങനെ യംബൂഴുകളായി, യനാബിഴുകൾ, അതിൻ്റെ സ്രോതസ്സുകൾ, ആ സ്രോതസ്സുകൾ ചില്ലി ചില്ലിയായി ചെറുതായി അങ്ങനെ ചെല്ലുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് പടച്ചറബ് പറയുന്നത്. അതാണ് ഭൂഗർഭ ജലം. ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിന് ആധുനിക ശാസ്ത്രലോകം പറയാറുള്ളത് പ്രീസിപ്പിറ്റേഷൻ എന്നാണ്. അതായത് ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് വെള്ളം ഇറങ്ങാണ്. അള്ളാഹു പറയുന്നു ഷഖഖ്ന, നാം ഭൂമിയിലെ ഓരോ ചെറിയ ചെറിയ ഞരമ്പുകളിലൂടെ വെള്ളം ഇങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ത്തുന്നു. മാത്രമല്ല ഭൂമിയിൽ നിന്ന് അതിൻ്റെ സസ്യലതാദികളുടെ കിളിർത്തു അതിങ്ങനെ വളർന്നു വരുന്നതിനെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അതിന് അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം പടച്ച റബ്ബ് പറഞ്ഞു തരുന്നത് തന്നെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ചത് തന്നെ പിന്നെ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ. അങ്ങനെ അവിടുന്ന് ഹബ്ബ്, അതായത് ധാന്യങ്ങൾ മുളച്ചു പൊന്തുന്നു. വഇനബൻ വഖൽബൻ വസൈതൂനൻ വനഖലൻ വഹദായിക ഇനബൻ ഗുൽബൻ വഫാകിഹതൻ വഅബ്ബ വമതഅൻ ലക്കും വലിഅൻആമിക്കും. എല്ലാം ഉണ്ടാകുന്നത് ഈ മഴയിൽ നിന്നാണ്. ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ, ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. വഇനബൻ വഖൽബൻ, മുന്തിരിത്തോട്ടങ്ങൾ. വസൈതൂനൻ വനഖ്ലൻ, സൈത്തൂൻ, നഖ്, ഇത്തപ്പഴങ്ങൾ. വഹദായിക ഗുൽബൻ, ഇടതൂർന്ന് നിൽക്കുന്ന മഴക്കാടുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വിധം ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ. അതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഴ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. അതിൻ്റെ ഉൽപ്പന്നമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തളികയിലെ ആ ഭക്ഷണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ ആ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. എവിടെയോ പെയ്ത മഴ, എവിടെയോ കിളിർത്തു വന്ന ഒരു ഗോതമ്പ് മണി, എവിടെയോ ഒരു കർഷകന്റെ വിയർപ്പ് കൊണ്ട് അവൻ ചെയ്തു വച്ച പരിശ്രമത്തിൻ്റെ ഒരു ഉൽപ്പന്നം, എവിടെന്നോ അവൻ തൊഴിലാളി വേർത്തു നാറിയ അവൻ്റെ ജീവിതത്തെ അങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ ചെയ്ത പരിശ്രമത്തിൻ്റെ ഒരു ഫലം. എല്ലാം കഴിഞ്ഞ് അതൊക്കെ പല യാത്രകളുടെ അവസാനമായി നിന്റെ ഭക്ഷണ തളികയുടെ മുമ്പിൽ വന്നിരിക്കുന്ന നേരം ഏതൊക്കെയോ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് നിന്റെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അന്നാ സബബിനൽ മാ അസബ്ബാ, എവിടുന്നായി വെള്ളം പെയ്തത്? എങ്ങനെയായി വെള്ളം അള്ളാഹു ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്? ചില പ്രയോഗങ്ങളൊക്കെ കേട്ടാൽ നമുക്കിങ്ങനെ അത്ഭുതം തോന്നും. അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഋതുമതിയായ സ്ത്രീകളെയാണ് മുഅ്സിറാത്ത് എന്ന് പറയാം. ചിലപ്പോൾ വലിയ കവികളും അങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്. അതായത് മനോഹരമായി ഈ കാർമേഘം ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ എന്നിട്ട് പെയ്യാതെ പോകുമ്പോൾ പി ഭാസ്കരൻ, മലയാളത്തിലെ വലിയ പ്രഗത്ഭനായ കവിയും പാട്ടുകാരനുമാണ് പി ഭാസ്കരൻ. ഭാസ്കരൻ മാഷ് പറയുന്നുണ്ട്, ഒരു കുടം തണ്ണീരുമൊക്കത്ത് വച്ചൊരാ കരിമുകിൽ പെൺകൊടി അങ്ങ് പോയി. അതേ പ്രയോഗത്തിനേക്കാളും മനോഹരമായിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് മിനൽ മുഅ്സിറാത്ത്. ആ സാഹിത്യത്തിൻ്റെ ഒരു മനോഹരമായ അതിൻ്റെ ഭാവം നിങ്ങളൊന്ന് നോക്കൂ. മലയാളത്തിൽ പി ഭാസ്കരൻ ഒരു കുടം തണ്ണീരുമൊക്കത്ത് വച്ചൊരു കരിമുകിൽ പെൺകൊടി അങ്ങ് പോയി. അതൊരു രസകരമായൊരു ശൈലിയാണ്. ആ കാർമുകിൽ പെൺകൊടി അങ്ങ് പോയി. വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടിത്തളർന്നിടുമ്പോൾ വരണ്ടുണങ്ങിയ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരല്പം വെള്ളം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ പെൺകൊടി
ആ വെള്ളപ്പാത്രവുമായി അങ്ങ് പോയി എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ ഉപയോഗിച്ച അതേ പ്രയോഗത്തിൻ്റെ 2 പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. ഒന്ന് മുസ്ന്, മറ്റൊന്ന് മുഅ്സിറാത്ത്. ഒന്ന് മുസ്നാണ്. മുസ്ന് എന്ന് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ ആ പ്രയോഗത്തെ ഇതുപോലെ രസകരമായി പറയാനാവും. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് സ്ത്രീയുടെ സ്തനകുംഭങ്ങളിൽ നിന്ന് ചൊരിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ തന്നെയും ആധാരമായി നിൽക്കുന്ന ഒരു അമൃതേത്ത് പോലെ വരേണ്ട ആ പാൽ പോലെ, ആ മുലപ്പാല് പോലെ ഇത്ര മനോഹരമായി തുഷാര ബിന്ദുക്കളെപ്പോലെ വരുന്ന ആ മഴ അത് വരുന്നത് കാർമേഘങ്ങളുടെ സ്തനകുംഭങ്ങളിൽ നിന്നാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തൊരു രസമാണ്, എന്തൊരു രസകരമായിട്ടാണ് പടച്ചോൻ പറയുന്നത്. മനുഷ്യരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഖുർആൻ എത്ര രസവും ഹൃദ്യവുമാണ്. അതിൻ്റെ ഭാവങ്ങളിലേക്ക്, അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് പോകും. മുസ്ന്, മുഅ്സിറാത്ത്. അതുമാത്രമല്ല, അത് ഓരോ തരത്തിലുള്ള മേഘങ്ങളെക്കുറിച്ചുള്ള ഒരു വർണ്ണന കൂടിയാണത്. മേഘങ്ങൾ അട്ടിക്കട്ടിയായി വരുന്ന മേഘങ്ങളുണ്ട്. കാറ്റ്, ശരിക്കു പറഞ്ഞാൽ പിന്നെ കാറ്റുകൾ ഈ ഓരോ ചെറിയ ചെറിയ ബാഷ്പങ്ങളെപ്പോലെ ഈ മഴമേഘത്തുള്ളികളെ കൊണ്ടുവന്ന് അവ മേഘക്കൂട്ടങ്ങൾക്കുള്ളിലേക്ക് വയ്ക്കുന്നതിനെ കുറിച്ച് പോലും അള്ളാഹു പറയുന്നു. അതിനൊക്കെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ, വൻസൽന മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, അതുപോലെ പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫ യശാ വയജഅലുഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി ഫഇദാ അസ്വാബ മൻ യശാഉ മിൻ ഇബാദിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹു ഈ കാറ്റിനെ അയച്ചു. കാറ്റിനൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഗർഭം ധരിപ്പിക്കുന്ന കാറ്റ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഗർഭം ധരിപ്പിക്കുന്ന കാറ്റ്. എന്താ ഈ ഗർഭം ധരിപ്പിക്കുന്ന കാറ്റ്? ഈ ഭൂമിയിൽ 2 തരത്തിലുള്ള ഉൽപാദന പ്രക്രിയയിൽ കാറ്റിന് വലിയ പങ്കാളിത്തം വഹിക്കാനാവും. അതൊക്കെ ഇന്നേ മനുഷ്യൻ കണ്ടെത്തുള്ളൂ. അത് ഈ ഭൂമിയിലെ സസ്യലതാദികളിൽ നടക്കേണ്ട പ്രത്യുൽപ്പന്നവുമായി ബന്ധപ്പെട്ടു ഉണ്ടാകേണ്ട ആ പ്രക്രിയയിൽ കാറ്റിന് വലിയ പങ്കാളിത്തമുണ്ട്. അതുപോലെ മറ്റൊരു വലിയ പങ്കാളിത്തമുണ്ട് ഈ മഴമേഘ കൂട്ടങ്ങളെ ചേർത്തു പിടിക്കാനും അവയിലേക്ക് ഈ ബാഷ്പങ്ങളെ കൊടുക്കാനും കഴിയുന്ന വിധം അവ ഗർഭം ധരിപ്പിക്കുന്ന കാറ്റുകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഫെർട്ടിലൈസിങ് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. ഫലഭൂയിഷ്ടമാക്കുന്ന കാറ്റ്. ആ കാറ്റിനെ അള്ളാഹു പറഞ്ഞു, ആ കാറ്റയക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 2 കൈകളിലൂടെയാണ് ആ കാറ്റ് പോകുന്നത് എന്നാണ്. ഇത് പ്രയോഗ ബുഷ്റാ ബൈന യദൈ റഹ്മത്തി, രക്ഷിതാവിൻ്റെ റഹ്മത്തിൻ്റെ 2 പക്ഷങ്ങളിലൂടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാറ്റിനെ അയക്കുന്നത്. അതേ കാറ്റ് ചിലപ്പോൾ ഗംഭീരമാവും. അതേ കാറ്റും അതേ കാർമേഘവും ചിലപ്പോൾ വലിയ ശിക്ഷയായി മാറും. അള്ളാഹു തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ മേൽ ഈ കാർമേഘത്തെ അതേപോലെ തന്നെ താഴോട്ടിടാൻ അള്ളാഹുവിന് കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന ചോദ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു. അതാണ് കിസഫ്, മഴമേഘങ്ങളുടെ അടുക്കുകൾ, ഖിത്അത്ത്, അങ്ങനെയുള്ള ഖണ്ഡങ്ങൾ. ആ ഖണ്ഡങ്ങളെ അപ്പടി അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത പ്രളയം സൃഷ്ടിക്കാൻ അള്ളാഹു ഈ മേഘങ്ങളെ കൊണ്ട് തന്നെ സാധിപ്പിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ ചില സമയങ്ങളിൽ കാണുന്ന ക്ലൗഡ് ബ്ലാസ്റ്റ്, മേഘവിസ്ഫോടനം. പെട്ടെന്നതെങ്ങനെ ഒരു മഴയായി പെയ്യും. ഒരു നഗരത്തിൽ അത് പെയ്യുമ്പോൾ അത് വലിയ പ്രളയമായി മാറും. എത്ര തവണ നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ തൃശ്ശൂർ കേന്ദ്രം പോലും, ഈ നഗരം പോലും അങ്ങനെ ആക്കപ്പെട്ട എത്രയോ സമയങ്ങളിൽ ശാസ്ത്രലോകം പറഞ്ഞു അതൊരു ക്ലൗഡ് ബ്ലാസ്റ്റാണ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ക്ലൗഡ് ബ്ലാസ്റ്റിനെ, അതായത് മേഘവിസ്ഫോടനത്തെ ഭയക്കാതെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് 1400 കൊല്ലം മുമ്പാണ്. മനുഷ്യരെ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം പറഞ്ഞത് അള്ളാഹുവാണ്. ഈ മേഘങ്ങളുടെ ഇപ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് അതുപോലെ അതിൻ്റെ അനുഗ്രഹത്തെ പറയുമ്പോഴാണ് ഈ വെള്ളം, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വാട്ടർ സൈക്ലിംഗ്, അതായത് ഈ പിന്നെ ഹൈഡ്രോളജി അഥവാ ഇങ്ങനെ ഒരു ചാക്രികമായ സംവിധാനത്തിലൂടെ
കടലിൽ നിന്ന് ബാഷ്പീകൃതമാകുന്നത്, പിന്നെ അത് കാറ്റ് കൊണ്ടുപോയി മഴമേഘക്കൂട്ടങ്ങളിലേക്ക് ചേക്കേറുന്നത്, എന്നിട്ട് ആ മേഘങ്ങളിൽ നിന്ന് അതിങ്ങനെ താഴോട്ട് പതിയുന്നത്. അവിടെയൊക്കെ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ജലധാരയായി ഒരു അമൃതേത്ത് പോലെ, സ്തനകുംഭങ്ങളിൽ നിന്ന് വരുന്ന ഒരു അമൃതേത്ത് പോലെ നിങ്ങൾക്ക് തോന്നുമ്പോൾ അതേ മഴമേഘങ്ങളെ തന്നെ ഉപ്പുവർഷമാക്കാനും കഴിയുന്നവനല്ലയോ പടച്ചവൻ എന്ന ചോദ്യം അള്ളാഹു ചോദിക്കുന്നു. ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, അത് ഉപ്പുമഴയാക്കി കൂടെ? അതും പടച്ചവന് പറ്റും. അപ്പോൾ എന്തിനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്? മനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനും പഠിക്കാനും. രണ്ടു കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം, അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂട്ടാൻ സത്യവിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന വിധമുള്ള പഠനം. മറ്റൊന്ന്, പ്രകൃതിയിൽ എന്തിനേയും കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒരു വലിയ വാതിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാത്തിനും തുറന്നു കൊടുത്തു. നിങ്ങളൊന്നും പഠിക്കാത്തവരാകണം എന്നല്ല അള്ളാഹു പറഞ്ഞത്, എല്ലാം പഠിക്കേണ്ടവരാണ്. മഴ പെയ്യുമ്പോൾ പഠിക്കാൻ, മഴയുടെ രൗദ്രമായ ഭാവത്തെക്കുറിച്ച് പഠിക്കാൻ, മഴ ഒരു ഇളങ്കാറ്റ് വന്നിങ്ങനെ വീഴുന്ന പോലെ, സംഗീതം പോലെ അങ്ങനെ പൊഴിയുന്നത് പഠിക്കാൻ, എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വച്ചത്, ഈ ഭക്ഷണത്തലികയിൽ ഇരിക്കുന്ന ആ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് നീ ചിന്തിക്കണം, എല്ലാം ചിന്തിക്കണം. മനുഷ്യൻ്റെ ചിന്തയെ എന്തിനാണ്? അള്ളാഹു നന്ദിയെക്കുറിച്ച് പഠിപ്പിക്കാനാണ്. നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നന്ദി ചെയ്യാൻ ഇതൊരു കാരണമാകണം. കാരണം ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചത് മത്താഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കാണ്, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന സകല ജന്തുജാലങ്ങൾക്കുമാണ്. നിങ്ങൾക്കാണ് എന്നതാണ് അള്ളാഹു ആദ്യം വച്ചത്, നിങ്ങൾക്കാണ്. മത്താഅൻ ലക്കും, നിങ്ങൾക്ക് സുഖകരമായി ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാത്തരം സംവിധാനങ്ങളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഴ. അതിൽ പ്രധാനമാണ് മഴ. മഴ വന്നാലും കുഴപ്പം, പോയാലും കുഴപ്പമില്ലേ? പലരും നല്ല ചൂടാണെങ്കിൽ പറയും പടച്ചോനെ എന്നാ മഴ വരാൻ, വല്ലാണ്ട് മഴ പെയ്യുമ്പോൾ പറയും ഇതെന്നാ തീർന്നിട്ടാണ്. മനുഷ്യനെ എപ്പോഴും അതാണ് ലാ തസുബ്ബു ദഹർ ഇന്നമാന ദഹർ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുദ്സിയായ ഹദീസിലൂടെ ഞാൻ പറയാൻ കാരണം, അതായത് കാലം അല്ലാഹുവിൻ്റെതാണ്. ഈ ഋതുക്കൾ ഇങ്ങനെ മാറി വരാതെ മനുഷ്യന് ജീവിക്കാനാവും. മഴ വരും, തണുപ്പ് വരും, ശരൽക്കാലം വരും, നല്ല ചൂടുണ്ടാകും, നല്ല തണുപ്പ് വരും, നല്ല മഴ വരും, എല്ലാം വരും. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത മിഥുനകാലത്തെ ചൂടിൻ്റെ നേരത്ത് അവസാനം ആ ഒരു മഴ പെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇക്കൊടും വെറുതിച്ചൂടിൽ ഇന്നീ മിഥുനരാത്രിയിൽ നീ തന്ന മുത്തുമാലക്ക് കൂപ്പുക ഈ കാലവർഷമേ എന്ന് കവി പറയുന്ന പോലെ, ഈ കൊടും വെറുതെ ചൂടിൽ വല്ലാത്ത ചൂട് ഇങ്ങനെ കിട്ടിയ സമയം, അപ്പം ആരെങ്കിലും അൽഹംദുലില്ലാ പറഞ്ഞോ? നല്ലൊരു മഴ പെയ്ത് കിട്ടിയപ്പോൾ. മഴ ഇപ്പോൾ പെയ്യുമ്പോഴും അൽഹംദുലില്ലാ പറയുന്നുണ്ടോ? ഇക്കൊടും വെറുതെ ചൂടിൽ ഇന്നീ മിഥുനരാത്രിയിൽ നീ തന്ന മുത്തുമാല. മഴ ഇങ്ങനെ ഒരു നൂല് പോലെ പെയ്തു വരുമ്പോൾ അതിങ്ങനെ മണിമണിയായി വരുന്നൊരു മുത്തുമാല പോലെ കോർത്തു കോർത്തു വരുമ്പോൾ, കാലമേ നിനക്ക് മുമ്പിൽ കൂപ്പുകൈ എന്ന് മലയാളത്തിൻ്റെ ഒരു മഹാനായ കവി പാടുന്ന പോലെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമായി നിൽക്കുന്ന മഴ. കവികളും കഥാകൃത്തുക്കളും ഒക്കെ പറഞ്ഞിട്ട്, ഇന്ത്യയിലെ ഒരു വലിയ സുന്ദരമായൊരു കാവ്യമാണ് മേഘസന്ദേശം. ഒരു മേഘത്തെ മാത്രം നോക്കി അതിനെ ആധാരപ്പെടുത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോ പരിണാമങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ യാത്ര, ആ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഭൂതല വൈവിധ്യങ്ങൾ എല്ലാം പറഞ്ഞു പോകുന്നതാണ് മേഘസന്ദേശം. അതിനൊക്കെ മറികടക്കുന്ന വാക്കുകളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ മുഅ്സിറാത്ത്, മുസ്ന്, എല്ലാം അതാണ്. എല്ലാത്തിനും അതിൻ്റെ ഒരു കാവ്യ അലങ്കാരം, അതിൻ്റെ സാഹിത്യമായ സൗന്ദര്യം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പടച്ച റബ്ബ് മനുഷ്യനോട് പറയുന്ന ഈ മഴയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ, പഠിക്കൂ. അതിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്ന, അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായ ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്നോട് നന്ദി ചെയ്യണ്ടേ? ഫലൗലാ തഷ്കുറൂൻ. അതാണ്, ഇതൊക്കെ ചെയ്തു തരുന്ന എന്നെ ഓർക്കണ്ടേ?
സാധാരണ ഒരു കുതിരയെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വച്ചു, വൽ ആദിയാത്തി ളബ്ഹൻ ഫൽ മുരിയാത്തി ഖദ്ഹൻ ഫൽ മുഗീറാത്തി സുബ്ഹൻ ഫഅഥർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംആ. ഒരു കുതിരയാണ്, മനുഷ്യനല്ല. വൽ ആദിയാത്തി ളബ്ഹൻ, അദു ചാടി ചാടി ശത്രുവിൻ്റെ മുമ്പിലേക്ക് യജമാനൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ശീഘ്രം ഓടുന്ന കുതിര. പ്രഭാത നേരത്ത് ശത്രുവിനെ പേടിപ്പിക്കുന്ന വിധം. ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അതിൻ്റെ കുളമ്പിങ്ങനെ ചവിട്ടുന്ന നേരത്ത് അതിൻ്റെ ആ രൗദ്രമായ അതിൻ്റെ വേഗം അതിൻ്റെ മുമ്പിൽ പാറക്കല്ലുകളിൽ തട്ടിയിട്ട് അതിൻ്റെ കുളമ്പുകളിൽ നിന്ന് അഗ്നി സ്ഫുരിക്കുന്ന നേരം, അതാണ് മൂരിയാത്ത്, അഗ്നിയെ സ്ഫുരിപ്പിക്കുന്ന കുതിര. ശത്രുവിൻ്റെ നടുത്തളത്തിൽ പോയി യജമാനന് വേണ്ടി അങ്ങനെ നിൽക്കുന്ന കുതിര. ഫവസത്ന ബിഹി ജംഅ, ഫവസത്ന ബിഹി ജംഅ. ആ വലിയ ആ ശത്രുക്കളുടെ നടുക്ക് പോയി നിൽക്കുകയാണ് കുതിര, യജമാനനെ വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തനിക്കു നേരെയുള്ള ആക്രമണങ്ങളെപ്പോലും അത് തൃണവൽഗണിക്കാൻ. അങ്ങനെ യജമാന ഭക്തി കൊണ്ട്, യജമാനനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന കുതിരയെ അള്ളാഹു സത്യം ചെയ്തിട്ടാണ് പറയുന്നത്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. പക്ഷെ മനുഷ്യന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തരുന്ന ഈ അനുഗ്രഹങ്ങളോട് മുഴുവൻ നന്ദി കെട്ടവനാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ലകനൂദ്, അതാണ് ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അതാണ് ഈ അനുഗ്രഹ വർഷങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഉള്ള ശാസ്ത്രം, അതിലൊക്കെയുള്ള സാഹിത്യം, അതിലേക്കുള്ള അത്ഭുതം എല്ലാം പഠിച്ചാൽ ഒരൊറ്റ ചോദ്യമേ നമ്മളോട് അള്ളാഹു ചോദിക്കുന്നുള്ളൂ, അഫലാ തഷ്കുറൂൻ, എന്നോട് നന്ദി കാട്ടുണ്ടോ? എന്നോട് നന്ദി കാട്ടാൻ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ പഠനവും റബ്ബിലേക്കുള്ള നന്ദിയുടെ പ്രകടനാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.